ലോകത്തുള്ള എല്ലാ ഫൈറ്റർ ജെറ്റുകളുടെയും പിന്നിൽ നാസികളുടെ സാങ്കേതികവിദ്യയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് സഖ്യകക്ഷികളെക്കാൾ വർഷങ്ങൾ മുന്നിലായിരുന്നു നാസി ജർമ്മനിയുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ്. അവർ നിർമ്മിച്ച ME-262 ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ ജെറ്റ് വിമാനം. 1945-ൽ ജർമ്മനി തകർന്നതോടെ ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ മത്സരങ്ങൾ നടന്നു. അമേരിക്ക ഓപ്പറേഷൻ പേപ്പർ ക്ലിപ്പ് വഴി ഈ എഞ്ചിൻ ഡിസൈൻ ചെയ്ത നാസി ശാസ്ത്രജ്ഞരെ രഹസ്യമായി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയി. പക്ഷേ സോവിയറ്റ് ചെമ്പട ചെയ്തത് വേറെയായിരുന്നു. ജർമ്മനിയിലെ ഭൂഗർഭ ജെറ്റ് ഫാക്ടറികൾ മുഴുവനായും അഴിച്ചെടുത്ത് അവർ സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുപോയി. അവർ ഈ എഞ്ചിൻ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തിയാണ് തങ്ങളുടെ ആദ്യത്തെ ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടാക്കിയത്. അമേരിക്കയുടെ ആദ്യത്തെ ഫൈറ്റർ ജെറ്റും മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ പ്രൊജക്ടിന്റെ പിന്നിലും ഇതേ നാസി ശാസ്ത്രജ്ഞർ തന്നെയായിരുന്നു. ഇന്ന് ലോകരാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കാത്ത സങ്കീർണമാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് കാണുമ്പോഴാണ് നാസി ജർമ്മനിയുടെ എഞ്ചിനീയറിംഗ് മികവ് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്.